അന്നമനട വാളൂരിൽ തോട് അനധികൃതമായി മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് പിന്തുണയായി കർഷക സംഘം. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കർഷക സംഘം രംഗത്തെത്തി. തോട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് കർഷക സംഘത്തിന്റെ പ്രതിഷേധം. അന്നമനട വാളൂരിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി മണ്ണിട്ട് തോട് നികത്തിയതിനെതിരെ അന്നമനടയിലെ കർഷക സംഘം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. നികത്തിയ തോട് പൂർവ്വസ്ഥിതിയിലാക്കി കർഷകരെ സംരക്ഷിക്കണമെന്ന് സംഘം അധികൃതരോട് ആവശ്യപ്പെട്ടു. ഒരുപാട് മാസങ്ങളായി ഡിസംബർ മുതൽ തുടങ്ങിയതാണ്. അത് ഈ കാലഘട്ടം പഞ്ചായത്ത് അധികാരത്തിലായിട്ട് ഇതേവരെ ഇത് നടത്തി കൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. കർഷക സംഘം നിലക്ക് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതിനുള്ളിൽ തന്നെ പാർട്ടിയോടെ വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസിലും പറയുമ്പോൾ ഇവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഗത്തുഭൂമിയല്ല, കരഭൂമിയാണെന്ന് പറഞ്ഞു. ഈ ശരിക്കും പറഞ്ഞാൽ പാടത്തിൻ്റെ അടുത്ത് കമ്പിവേലി കെട്ടാൻ പാടില്ല. അത് കൃഷിഭവനാലും ആരും സമ്മതിക്കില്ല. പാടത്തിൽ ഒരു കമ്പിവേലിയും കെട്ടി സംരക്ഷിക്കാൻ പാടില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ അത് അനധികൃതമായിട്ട് ചെയ്തിരിക്കുന്നതിന് ശക്തമായ പ്രതിഷേധം കർഷക സംഘത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. 8 ഏക്കറോളം സ്ഥലത്ത് ലോൺ എടുത്തു ചെയ്ത ചേനകൃഷി വെള്ളത്തിലായതിന്റെ ആശങ്ക കർഷകർ പങ്കുവച്ചു. തോട് നികത്തിയതാണ് കൃഷിയിടം വെള്ളത്തിലാകാൻ കാരണമെന്നാണ് അവരുടെ ആരോപണം. കൃഷി ചെയ്തേക്കണത് ഞാനാണ്. അതുപോലെ തന്നെ 8 ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്തേക്കണത്. 15,000 കുഴി ചേനയുണ്ട്. ഇപ്പോൾ താഴത്തെ തന്നെ 6,000 കുഴി ചേന വെള്ളത്തിലായിരുന്നു ഇത്രയും ദിവസം. അത് ഇപ്പോൾ മുങ്ങിക്കിടക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മോട്ടോർ വെച്ചാണ് വറ്റിച്ച് കളയണത്. അതുപോലെ തന്നെ 15 ലക്ഷം രൂപ ഞാൻ ജില്ലാ സാറിൻ്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. എല്ലാ കൊല്ലവും അത് അടയ്ക്കും, അത് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ 29 കൊല്ലമായി ഇവിടെ ഒന്ന് കൃഷി തുടങ്ങിയിട്ട്. അന്നുള്ള തോടാണ് ഇവിടെ കിടക്കണം. തോട് അതിക്ക് മുമ്പ് കിടക്കണമെന്ന് ഞാൻ വരുമ്പോൾ തോടുണ്ട് ഇവിടെ. അന്ന് കിടക്കണ തോടാണ്. ഇപ്പം അത് ഒരു വ്യക്തി സ്ഥലം മേടിച്ച് അത് നിർത്തി കെട്ടിക്കളഞ്ഞു. അത്രയും എനിക്ക് പറയാൻ. കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും തോട് തുറന്നുകൊടുക്കാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പറും ഒത്തുകളിക്കുകയാണെന്ന് കർഷക സംഘം ആരോപിച്ചു. ഏകദേശം 8 ഏക്കറിൽ ചേന പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ബേബി എന്ന കർഷകന്റെ കൃഷിയിടത്തിലും 10ഓളം വീടുകളിലും വെള്ളം കയറിയതായി പ്രദേശവാസികൾ പറയുന്നു. തങ്ങളുടെ ദുരിതത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും തോട് തുറന്ന് വെള്ളമൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TC സുബ്രൻ, സിന്ധു ജയൻ, PA അസീസ്, പ്രവീൺ ചന്ദ്രൻ, PP അരവിന്ദാക്ഷൻ, AK മനോഹരൻ, അഡ്വക്കേറ്റ് MK ഹക്ക് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള.